ഇന്നലെ നിയമസഭയിലെ ബഹളത്തിന് ശേഷം ഭരണപക്ഷം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സഭയ്ക്ക് പുറത്തേക്കിറങ്ങി. എന്നിട്ട് മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചു. ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് ശൈലജ ടീച്ചറാണെന്ന് ഒരു PR വർക്ക് കണ്ടു, ഒരു പത്രത്തിൽ കണ്ടതാ. ശൈലജ ടീച്ചർ നേതൃത്വം കൊടുത്തു. നമുക്കറിയാമല്ലോ, പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിലുണ്ട്. അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ ശൈലജ ടീച്ചർക്ക് ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ നേതൃത്വം കൊടുത്തെന്ന്. എന്തുമായിക്കോട്ടെ, ടീച്ചർ എന്താ പറഞ്ഞത്? അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൂട്ടരെയും ജയിലിൽ കയറ്റിയത് ഞങ്ങളാണെന്ന്. ടീച്ചറെ അതൊരു പഴയ കാപ്സ്യൂളായി പോയി. ആദ്യം മുതലേ CPM പ്രചരിപ്പിച്ച് പരാജയപ്പെട്ടു പോയ ഒരു കാപ്സ്യൂളാ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് അത് ഒത്തിരി ഉപയോഗിച്ചതാ. പക്ഷെ ജനങ്ങളൊന്നും അത് അംഗീകരിച്ചില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുണ്ടല്ലോ. ടീച്ചർ ആ പഴയ കാപ്സ്യൂളാ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹൈക്കോടതി തെരഞ്ഞെടുത്ത ഒരു അന്വേഷണ സംഘം, അവരുടെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ആ അന്വേഷണത്തില് പ്രതികളെന്ന് കാണുന്നവർ അവർക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ. അതിനിപ്പോ ഈ പിണറായി വിജയന്റെയും ഗവൺമെന്റിന്റെയും ഒന്നും ഓശാരം വേണ്ട. ഇനി അവരെ അറസ്റ്റ് ചെയ്യേണ്ട, അവർ CPM നേതാക്കളാണ് എന്ന് വിചാരിച്ചാൽ തടയാൻ പിണറായി വിജയനോ ശൈലജ ടീച്ചർക്കോ കഴിയുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഇത്ര വലിയ അഭിമാനം പറയുന്നത്? അതിലെന്ത് അർത്ഥമാണുള്ളത്? ഇത് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അറസ്റ്റാ. കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴൊന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇത് കേരള പോലീസ് നേരിട്ട് നടത്തിയ ഒരു അന്വേഷണമായിരുന്നെങ്കിൽ CPMന്റെ ഈ നേതാക്കളാരും അറസ്റ്റിൽ പെടുമായിരുന്നില്ല. ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരുടെ തലയിൽ ഇതെല്ലാം വെച്ചുകെട്ടി രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിയമസഭയിൽ ബഹളമുണ്ടായി, ആദ്യം പുറത്തേക്കിറങ്ങി മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് വന്നു എന്നതുകൊണ്ട് ഈ കേസിലെ CPMന്റെ ബന്ധം ഇല്ലാതാവുന്നില്ല. അറസ്റ്റിലായ CPM നേതാക്കളായ പ്രതികൾ രക്ഷപ്പെടാനും പോകുന്നില്ല.